ദൈവത്തെ ഓർത്ത് പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന ഈ പരിപാടി നിർത്തണം. എന്തൊരു കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ വേറെ ഒരു രാഷ്ട്രീയ വിഷയവും ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീയുടെ ആരോപണം. നമ്മൾ പഴയ ശങ്കരാടിയിൽ നിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല. അപ്പുറത്തെ പാർട്ടിയിൽ കാണാൻ കൊള്ളാവുന്ന ഗുണമുള്ള കുറെ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നേതാക്കളോ ഉണ്ടെങ്കിൽ CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്ന ഈ നിലപാട് നമ്മൾ നിർത്തണം. ഇന്നലെ ശ്രീ മീഡിയ അവണിൽ അജിൻസ് ഏറ്റവും നല്ല നിലപാടാണ് പറഞ്ഞത്. ആ ഒരുമിച്ചുള്ള ചർച്ചയിൽ പ്രമോദ് രാവൻ സാറൊക്കെ ഇരിക്കുന്ന ചർച്ചയിൽ ഒരു പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതും ലൈംഗിക ആരോപണങ്ങളുടെ രാഷ്ട്രീയം മാറണം. ഈ രണ്ടാമത്തെ പോയിന്റ്. ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനല്ലേ പരാതി കൊടുത്തിരിക്കുന്നത്? പുള്ളി പോലീസുകാരമല്ലോ ആണോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നാ കേരള പോലീസിന്റെ കമ്മീഷണറോ DIGO ആയത്? പോലീസിൽ പരാതി കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ലേ? ഈ നാട്ടിൽ പാർട്ടി അന്വേഷണവും പാർട്ടി കോടതികളും ഒക്കെയാണോ? അതായത് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കട്ടെ, ഉണ്ടായില്ലോ എന്നൊന്നും എനിക്കറിയില്ല. അത് പാർട്ടിക്കാർക്ക് പരാതി കൊടുക്കുന്ന പരിപാടി എന്നോട്ടായി നാട്ടിൽ ഉണ്ടായത്? ഇത് മനഃപൂർവ്വം വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? പോലീസിന് എന്തുകൊണ്ടാ പരാതി കൊടുക്കാത്തത്? ഈ നാട്ടിൽ പാർട്ടിക്കാർ അന്വേഷിച്ച് പാർട്ടി കോടതി തീരുമാനിച്ചാൽ മതിയോ? ഇതെന്താ നോർമറിയാണോ? അപ്പൊ യഥാർത്ഥത്തിൽ പോലീസ്, ഇനി ആ പെൺകുട്ടി ആരാന്ന് എനിക്കറിയില്ല, ഈ പരാതിയുടെ സത്യമോ മിഥ്യമോ എനിക്കറിയില്ല. ആ സുഹൃത്തിനോട്, ആ സ്ത്രീയായ സുഹൃത്തിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ശ്രീ കൃഷ്ണകുമാറിനെതിരെയോ XYZ ആർക്കെതിരെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പോവുക, തെളിവ് കൊടുക്കുക, കോടതി കൊണ്ടുവരിക. അതിനുശേഷം ശ്രീ കൃഷ്ണകുമാറിനെ തൂക്കിക്കൊല്ലുക. അതിനു മുമ്പ് ഒരാളെ ലൈംഗികമായി അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഈ പരിപാടി കൊടുക്കുന്നതും നിർത്തണം. പെണ്ണുങ്ങൾ ബോംബായി സ്വയം ചമയാൻ ഇറങ്ങരുത്. ദൈവത്തെ ഓർത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാവേറായിട്ടും സൂയിസൈഡ് ബോംബേഴ്സ് ആയിട്ടും സ്ത്രീകൾ ഇറങ്ങരുത്. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മാറണം. ശ്രീ കൃഷ്ണകുമാർ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. കാര്യം അത് അറിയണമെങ്കിൽ പോലീസ് കേസ് വരണം, കേസ് പോലീസ് അന്വേഷിക്കണം, അത് കോടതിയിൽ വരണം, വാദങ്ങൾ നടക്കണം, എന്നിട്ട് കോടതി പറയണം. അതുവരെ ഒരാളുടെയും പറയരുത്. VD സതീശൻജിയെ ഏറ്റവും ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ പോലെ വലിയൊരു നേതാവ് ഈ പാതയിലേക്ക് പോകരുത്. കാര്യം ഇതിനൊരു അവസാനമില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അവന്തികയെ ഇന്നലെ പൊളിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ജനറൽ സെക്രട്ടറി അന്ന വന്നിരുന്നു. 50,000 രൂപ മേടിച്ച് രണ്ടുപേരുടെ 50,000 രൂപ മേടിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതി ഒത്തുതീർപ്പാക്കി എന്ന് പറഞ്ഞു. 1, 2, 3, 5 ലക്ഷം രൂപ കൊടുത്താൽ പരാതി കൊടുക്കാൻ ആളെ കിട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ആ സ്ത്രീയുടെ പേരെന്താന്ന് പോലും താങ്കൾക്കും എനിക്ക് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീയെ വെച്ച് പരാതി കൊടുപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത് ഈ നാട്ടിൽ ആർക്കെതിരെയും വേണ്ടി? ഈ വാർത്ത ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ, താങ്കൾക്കെതിരെ നാളെ വരും, രാഹുൽ ഈശ്വറിനെതിരെ നാളെ വരും. നമ്മുടെ കൂടെ ആരും കാണില്ല. നമ്മുടെ ജീവിതവും ജോലിയും പോവും. കൂടെ നിൽക്കുന്നവൻ നമ്മളെ തള്ളി താഴെയിട്ട് ഹോളിയർ ദാൻതോ ഞാൻ പുണ്യാളനാണെന്ന് അഭിനയിക്കും. അതായത് താങ്കളെയും എന്നെയും നാളെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ തള്ളി പറഞ്ഞ്, കണ്ടോ അവൻ സ്ത്രീ പീഡകൻ, ഞാൻ നല്ലവനായ ഉണ്ണി, മറ്റവൻ ചീത്തവനായ ഉണ്ണി എന്ന് പറഞ്ഞ് നമ്മളെ ചവിട്ടി മെതച്ച് അവൻ നല്ല പിള്ള കളിക്കും. ഇതിനൊരു അവസാനം ഉണ്ടാകണം. ദൈവത്തെ ഓർത്ത് ഈ കേൾക്കുന്ന സ്ത്രീകളോടാണ്, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടത്. വീട്ടിലിരുന്ന് ഇമെയിൽ അയച്ചാൽ മതി. വളരെ നന്ദിയുണ്ട് രാഹുൽ ഈശ്വർ ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.